അപ്പോൾ ഇന്നലെക്കാൾ നല്ലതാണ് ഇന്ന് എന്ന് വിശ്വസിക്കുന്നവരാണ് എൻ്റെ കൺസെപ്റ്റിൽ ഏറ്റവും ഭാഗ്യവന്മാരെന്ന് പറയുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി ഫൗണ്ടേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ്, ഒരു തിയറി ഉണ്ട്. സോ കോൾഡ് ട്രെയിനേഴ്സ് ആൻഡ് നമ്മുടെ നാട്ടിലെ മോട്ടിവേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ നാടായിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് പേര് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് സക്സസ്ഫുൾ പോയിന്റ്, അല്ലെങ്കിൽ സക്സസ് ആവുന്ന ഒരു പോയിന്റ്, ഒരു വിഷൻ ഓറിയൻറ്റഡ് ഒരു സക്സസ്ഫുൾ പോയിന്റ് സെറ്റ് ചെയ്യുന്ന അതിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രോയിങ് സ്റ്റേജിലുള്ള ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരു ഓൺട്രപ്രണർ ആള് സക്സസ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ലെവൽ ഓഫ് ഒരു ലിമിറ്റിൽ സെറ്റ് ചെയ്തിട്ട് അതാണ് എൻ്റെ സക്സസ് പോയിന്റ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നുള്ള ഒരു പോയിന്റിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് അച്ചീവ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള തോട്ട് കിട്ടി എന്നുള്ള ലെവൽക്കാണ് ഓൺട്രപ്രണേഴ്സും കമ്പനി ഓണേഴ്സും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ബട്ട് ഹിയർ ഏറ്റവും വർക്കൗട്ട് ആവുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസ് ഓവർ സക്സസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ സോക്കോൾഡ് ട്രെയിനേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞു തന്ന ആളുകൾ പഠിപ്പിച്ചു തന്നുള്ള സക്സസ് പോയിന്റ് എന്നുള്ള ഒരു ലെവലിൽ എത്തിയാൽ മാത്രമേ ഹാപ്പിനെസ് കിട്ടൂ എന്നുള്ളൊരു ബിലീവിൽ ജീവിക്കുന്ന ഈ ഒരു കേസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ സെഗ്മെൻറ്റിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, ഒരു നിലക്കും സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ മേ ബി സക്സസ്ഫുൾ പോയിന്റ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഇനിയും കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറം അച്ചീവ് ചെയ്യണം. 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മേ ബി ഒരു 1 crore ആണ് ഒരാളുടെ സക്സസ്ഫുൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 1 കോടിൻ്റെ മുകളിൽ 2 കോടി കിട്ടിക്കഴിഞ്ഞാൽ, 5 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ 10 കോടി വേണം എന്നുള്ള തോട്ടിലെത്തും. സോ ഒരു ലെവൽ ഓഫ് നമ്മളൊരു സക്സസ്ഫുൾ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് പാടുള്ളൂ, അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളോട് ഗ്രേറ്റ്ഫുൾ ആവുള്ളൂ, നമ്മൾ എൻജോയ് ചെയ്യുള്ളൂ എന്നുള്ള മൂഡിലെത്തും. ഇതാണ് സക്സസ്ഫുൾനെസ് എന്നുള്ള സക്സസ് പോയിന്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രോഗ്രസ് ഓവർ സക്സസ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിനോമിന എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഗ്രസ്ഡ് ആവണം നിങ്ങൾ നാളത്തേക്ക്, ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രോ ചെയ്യണം നാളത്തേക്ക്. ഇതാണ് ബേസിക് ആയിട്ട് ഫിനോമിന. അല്ലാതെ ഒരിക്കലും ഒരു സക്സസ് പോയിന്റ് എനിക്കൊരു 1 കോടി എത്തുന്നതാണ് എൻ്റെ സക്സസ് പോയിന്റ്. ഇപ്പോൾ ജോബ് നോക്കുന്നവരായിക്കോട്ടെ, എനിക്കൊരു 1 കോടി സാലറിയുള്ള ഒരു ജോബിൽ അല്ലെങ്കിൽ 10 ലക്ഷം സാലറിയുള്ള ജോബിൽ എത്തുന്നതല്ല ആക്ച്വലി സക്സസ് പോയിന്റ്. ആൾക്ക് നല്ലൊരു ജോലി കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് പോയിന്റ്, അച്ചീവ്മെൻറ്റ് പോയിന്റാണ്. സോ നമ്മൾ അതിൻ്റെ ഇടയിലുള്ളപ്പം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ജേണി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ബേസിക് ഫോമുല. നമ്മൾ പോകുന്ന ട്രാക്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമ്മൾ വിചാരിക്കാണ്ട് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാണ്ട്, ഇതൊന്നും അച്ചീവ്മെൻറ്റ് നമ്മൾ കാണാണ്ട്, ഇതൊന്നും ഹാപ്പിനെസ് കാണാണ്ട് ഈ ഒരു സക്സസ്ഫുൾ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആവുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് എന്താ പറയുക സ്റ്റേബിൾ ആവുള്ളൂ എന്ന് വിചാരിച്ച് വെക്കുന്ന ഓൺട്രപ്രണേഴ്സിന് ഒരിക്കലും ഒരു ഹാപ്പി ജേണി ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് ഡീമോട്ടിവേഷൻ ഏറ്റവും കിട്ടേണ്ട ഏരിയയാണ്, ഏറ്റവും കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഏരിയയാണ് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ. കാരണം കുറേ സമയം ഭയങ്കര ഡിമോട്ടിവേറ്റ് വരും, കുറേ സ്ട്രഗിൾസ് അനുഭവം, ആരും ഒപ്പം ഉണ്ടാവില്ല, ഒരുപാട് ഒരു പിറകുന്നു കുത്തും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. ഈ സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഹാപ്പി ആവാനുള്ള ഡോപ്പമിൻ സെക്രീഷനുള്ള ആക്ഷൻസ് നമ്മൾ തന്നെ ലൈക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ഗോയിങ് ഉള്ള അച്ചീവ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്തുള്ള ഗ്രോത്ത്. നിങ്ങൾക്ക് ഇന്നേക്കാൾ കൂടുതൽ നാളെ കണക്ഷൻ ബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എൻജോയ് ചെയ്യണം. ഇന്നേക്കാൾ കൂടുതൽ കുറച്ച് സെയിൽസ് നിങ്ങളെ കമ്പനിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഗ്രേറ്റ്ഫുൾ ആവണം, അതിൽ ഹാപ്പിനെസ് കണ്ടെത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനി, ഞാനും എൻ്റെ കോ ഫൗണ്ടറും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരു 4 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ് ഓഫ് മൈ കമ്പനി. ആ ഒരു ടൈം ഞാൻ എൻജോയ് ചെയ്യണം. കാരണം അത്രയും ആളുകൾ എൻ്റെ കമ്പനിയിലോട്ട് കൂടുതൽ വന്നു. ഫസ്റ്റ് ക്ലയൻറ്റ് ഓൺ ബോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് തന്നെ ട്രീറ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് നല്ല പോസിറ്റീവായിട്ട് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ നമുക്ക് ട്രീറ്റ് കൊടുക്കണം, നമുക്ക് ഹാപ്പിനെസ് നമ്മൾ എൻജോയ് ചെയ്യണം. സോ ഈച്ച് ആൻഡ് എവറി പ്രോഗ്രസ് പോയിന്റ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഇത് എത്ര പേര് ഏതൊരു തരത്തിലെടുക്കുന്ന കാര്യമില്ല. സക്സസ്ഫുൾനെസ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സാക്ട്ലി ഇല്യൂഷൻ കോൺസെപ്റ്റാണ്, അത് റിയലിസ്റ്റിക് അല്ല. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് മാത്രമാണ്. ഈ സോ കോൾഡ് സക്സസ്ഫുൾനെസ് എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ സക്സസ് ആവുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഇമാജിനറി സെറ്റ് ചെയ്യുന്നൊരു പോയിന്റാണ്. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവുന്നത്. പക്ഷേ നോ വൺ ക്യാൻ ബി സാറ്റിസ്ഫൈഡ്, ഒരാൾക്ക് ആ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. അപ്പോൾ ആ റിയാലിറ്റി മൈൻഡിൽ വേണം. ഒരു കമ്പനി ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു കരിയറിലോട്ട് ഇറങ്ങാൻ പോകുന്ന ഒരാൾ മൈൻഡിൽ നിർബന്ധമായിട്ട് ചിന്തിക്കണം, ഇങ്ങനെ ഒരു 10 ലക്ഷം കിട്ടുന്ന സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, അതല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയി ധരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ലേണിംഗ് ഫേസാണ്. നമ്മൾ എല്ലാ ദിവസവും ഓരോ കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, എല്ലാ ദിവസവും നമ്മൾ ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് ഞാൻ എന്തോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തോ, അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചോ, അല്ലെങ്കിൽ കൂടുതൽ ഏൺ ചെയ്തോ, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇന്നലേക്കാൾ നല്ലതാണ് ഇന്ന് എന്ന് വിശ്വസിക്കുന്നവരാണ് എൻ്റെ കൺസെപ്റ്റിൽ
ഏറ്റവും ഭാഗ്യവന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലരുണ്ടാവും ഓൾഡ് മെമ്മറീസിൽ ജീവിക്കുന്നവർ. എനിക്ക് ഇന്നലെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഇന്നലെ എൻ്റെ കോളേജ് ലൈഫ് ഭയങ്കര അടിപൊളിയായിരുന്നു, ഇന്നലെ കഴിഞ്ഞ മാസം എനിക്ക് അടിപൊളിയായിരുന്നു, കഴിഞ്ഞ ഇയർ എനിക്ക് അടിപൊളിയാണ്. അവരാണ് ആക്ച്വലി അവരെ ആ ഒരു നമ്മളെ മുന്നുള്ള നമ്മളെയാണ് നമ്മൾ ആക്ച്വലി കോമ്പീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല, അതായത് നാളെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, ഇന്നത്തെ പോയിൻ്റാണ് എനിക്ക് ഏറ്റവും ഗ്രേറ്റ്, ഈ പോയിന്റിൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്, അത്യാവശ്യം സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം ഗ്രോത്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, ഇന്നലെക്കാൾ ഞാൻ കൂടുതൽ ഇന്നാണ് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അച്ചീവ്ഡ് എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്നത് ഇന്നാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണത്. ഇന്നേക്കാൾ കൂടുതൽ നാളത്തേക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓരോ ദിവസം ലേണിങ്സ് ആയിട്ട് എടുക്കുക. ഈ പറഞ്ഞിട്ടുള്ള സക്സസ്ഫുൾനെസ് ആണ് ലൈഫിൽ ഏറ്റവും ടോപ്പ്. നിങ്ങൾ ഈ 5 കൊല്ലം കൂടി നിങ്ങൾ ഈ ലെവലിൽ എത്തുന്നത്, അതാണ് സക്സസ് പോയിൻ്റ്. അല്ലെങ്കിൽ റോൾസ് റോയ്സ് കാർ വാങ്ങുന്നതാണ് സക്സസ്ഫുൾ പോയിൻ്റ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന്? കാരണം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾനെസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരിക്കലും കാര്യമുണ്ടല്ലോ. കാരണം നമ്മൾ സക്സസ് പറയുന്ന ഒരാൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ഹാപ്പി ലൈഫാണ്, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പിനെസ്സിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പോയിന്റിൽ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കോടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നീഡ് വരിക എന്ന് പറഞ്ഞാൽ 2 കോടിന് നീഡുകളാണ് വരിക. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഓൺടർപ്രണർ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട പ്രോഗ്രസ് ആണ്. ഇന്നേക്കാൾ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നാളെ ഉണ്ടാവണം, ഗ്രോത്ത് നാളെ ഉണ്ടാവണം, അതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് പിറ്റേ ദിവസം കാണാം. സോ ഫോക്കസ് ഓൺ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്, നോട്ട് ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞ ഫോക്കസ് കൊടുത്തിട്ട് ഇല്യൂഷൻ കോൺസെപ്റ്റിൽ കിടന്നിട്ട് ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കറൻറ്റ് ലൈഫിൽ വരുന്ന അച്ചീവ്മെൻറ്റ്സിനെ ഒരു ഗ്രേറ്റ്ഫുൾ ആവാത്ത സിറ്റുവേഷൻ ഒരു ഓൺടർപ്രണർക്ക് വരാണ്ടിരിക്കട്ടെ.